വെൽക്കം ടു വൈൽഡ് മാലോ. ഇനി വരുന്ന PSC പരീക്ഷകൾക്കായി കേരളം ഭൂമിശാസ്ത്രം ടോപ്പിക്കിൽ നിന്ന് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6. ഇരവികുളം, പെരിയാർ, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല ഇങ്ങനെ 6 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇത് രണ്ടും ഇരവികുളം ദേശീയോദ്യാനമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. താലൂക്ക് ദേവികുളം താലൂക്ക്. വിസ്തൃതി 97 ചതുരശ്ര കിലോമീറ്റർ. ഇരവികുളം ആദ്യമായിട്ട് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. പശ്ചിമ മലനിരകളുടെ ഭാഗമായ ഇരവികുളം ദേശീയോദ്യാനം മൂന്നാർ വന്യജീവി ഡിവിഷന്റെ കീഴിൽ കണ്ണൻദേവൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള വനം വന്യജീവി വകുപ്പിനാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ മേൽനോട്ട ചുമതല ഉള്ളത്. 2000 മീറ്ററിന് മേലെ ഉയരമുള്ള പുൽമേടുകളും ചോലവനങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഇടമലയാർ വനവും പൂയംകുട്ടി വനത്താലും ചുറ്റപ്പെട്ടു കിടക്കുന്നു. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇരവികുളം. കൂടാതെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല സ്ഥിതി ചെയ്യുന്നതും ഇരവികുളത്താണ്. അടുത്ത ദേശീയോദ്യാനമാണ് പെരിയാർ ദേശീയോദ്യാനം. പെരിയാർ ദേശീയോദ്യാനത്തെ പെരിയാർ വന്യജീവി സങ്കേതമെന്നും പെരിയാർ കടുവ സങ്കേതം, തേക്കടി വന്യജീവി സങ്കേതം എന്നെല്ലാം അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഇത് രണ്ടും പെരിയാർ വന്യജീവി സങ്കേതമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, പത്തനംതിട്ട. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഇടുക്കി ജില്ലയിലെ പീരുമേട്. വിസ്തൃതി 350 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദിയിൽ നിന്നുമാണ് പെരിയാർ ദേശീയോദ്യാനം എന്ന പേര് ഉത്ഭവിച്ചത്. പശ്ചിമഘട്ടത്തിലെ ഏലം കുന്നുകൾക്ക് നടുവിലായാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. പ്രശസ്തമായ ആന സംരക്ഷണം കൂടിയാണിത്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വരുന്നത്. പിന്നീട് 1958 അത് പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് നിലവിൽ വന്നു. 1978 പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് 1982 പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പെരിയാർ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1991 കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ പ്രൊജക്ട് എലിഫന്റ് എന്ന പദ്ധതി ആരംഭിച്ചു. കോട്ടമലയാണ് പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പെരിയാർ ദേശീയോദ്യാനത്തിന്റെ കീഴിലുള്ള റിസർവ് വനത്തിൽ നിന്നാണ് പെരിയാർ, പമ്പ നദികൾ ഉത്ഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം റിസർവോയറിന് ചുറ്റുമാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. അടുത്ത ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത മഴക്കാട് എന്നാണ് സൈലന്റ് വാലി അറിയപ്പെടുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. വിസ്തൃതി 89.52 ചതുരശ്ര കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിന്റെയും നീലഗിരി കുന്നുകളുടെയും ഭാഗമായാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. 1914 സൈലന്റ് വാലിയെ ഒരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് 1995 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. 2007 സൈലന്റ് വാലി ഒരു ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. റോബർട്ട് വൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനാണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. 1847 സൈലന്റ് വാലി സന്ദർശിച്ച റോബർട്ട് വൈറ്റ് അവിടെ ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് നിർദ്ദേശിക്കാനായിട്ട് കാരണം.
പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നതും സൈലന്റ് വാലി ആയിരുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള മുകുർത്തി ദേശീയോദ്യാനം, നെടുങ്കായം, അമരാമ്പലം, അട്ടപ്പാടി തുടങ്ങിയ റിസർവ് വനങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സിസ്പാറയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നു. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ ധാരാളമായിട്ട് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനായിട്ടുള്ള കാരണം. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2005. അടുത്ത ദേശീയോദ്യാനമാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതി 12.82 ചതുരശ്ര കിലോമീറ്റർ. 1897 തിരുവിതാംകൂർ സർക്കാർ ഈ മേഖലയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് 2003 നവംബർ 21 മതികെട്ടാൻചോലയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. ചോല പുൽമേടുകളാണ് മതികെട്ടാൻചോലയുടെ പ്രത്യേകത. അടുത്ത ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം. മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിൽ പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിലാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം. വിസ്തൃതി 7.5 ചതുരശ്ര കിലോമീറ്റർ. 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ചോലവനങ്ങളായ മന്നവൻ ചോല, ഇടിവാരച്ചോല, പുല്ലരടി ചോല എന്നിവ ചേർന്നതാണ് ആനമുടിച്ചോല. പമ്പ നദി ഒഴുകുന്നത് ഈ ദേശീയോദ്യാനത്തിലൂടെയാണ്. ഇരവികുളം ദേശീയോദ്യാനം, മതികെട്ടാൻചോല ദേശീയോദ്യാനം, പാമ്പാടുംചോല ദേശീയോദ്യാനം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയാൽ ചുറ്റപ്പെട്ടാണ് ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള ട്രീ ഫേൺ എന്ന സസ്യം ഇവിടെ കാണപ്പെടുന്നു. അടുത്ത ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. നിത്യഹരിത ചോലവനങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. വിസ്തൃതി 1.32 ചതുരശ്ര കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ ഭാഗത്താണ് പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 2003 പാമ്പാടുംചോല ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് പാമ്പാടുംചോല ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന മരനായയെ ഇവിടെ കാണപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.